വണ്ണം കുറയ്ക്കാനായിട്ട് മീറ്റ് മാറ്റി വെക്കുന്ന ആളുകളെ വെജിറ്റേറിയൻസ് ആവുന്നവരെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതുകൊണ്ട് വണ്ണം കുറയൂ? തീർച്ചയായിട്ടും അങ്ങനെ കുറയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആന വെജിറ്റേറിയൻ ആയത് നമുക്ക് പുലിയെ പോലെ മെലിഞ്ഞിരുന്നേനെ. പശുവിന് ഇത്രയും വലിയ വയറുണ്ടാവില്ലായിരുന്നു, ഇല്ലേ? അങ്ങനെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അങ്ങനെ മെലിയണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ് നമ്മൾ പൊരിച്ച ഇറച്ചി കഴിച്ചുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്, ഇറച്ചി അല്ലെങ്കിൽ മീൻ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് വണ്ണം കൂടുന്നതെന്ന്. അല്ല, ഇവയെല്ലാം പ്രോട്ടീനുകളാണ്. പ്രോട്ടീനുകൾ കഴിച്ചാൽ വണ്ണം കൂടുക അല്ല ചെയ്യുന്നത്. പക്ഷെ പൊരിച്ച് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, പൊരിച്ച ഭക്ഷണം കഴിച്ചാൽ വണ്ണം കൂടും, കൊളസ്ട്രോൾ കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാത്തവർക്ക് കൊളസ്ട്രോളെ കാണത്തില്ലല്ലോ. അല്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓയിലുകൾ, എണ്ണകൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള കൊഴുപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് 25% അല്ലെങ്കിൽ മാക്സിമം ഒരു 20% മാത്രമേ ഉള്ളൂ. ബാക്കി 80% നമ്മുടെ കരളാണ് നമ്മുടെ മറ്റു പലവിധ ഭക്ഷണങ്ങളിൽ നിന്നും കൊഴുപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഈ ഫാറ്റി ലിവറും വരുന്നത്. ഇപ്പോൾ പൊരിച്ച ഭക്ഷണത്തിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നക്കാരനാണ് പഞ്ചസാര. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊരു വൈറ്റ് പോയിസൺ ആണ് പറയുന്നതെന്ന്. ശരിക്കും പഞ്ചസാര നമ്മൾ കേട്ട അത്രയും പ്രശ്നക്കാരനാണോ അതോ അതിലും വലിയ പ്രശ്നക്കാരനാണോ? പഞ്ചസാര എന്ന് പറയുന്നത് കരിമ്പിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് കരിമ്പ് വല്ലപ്പോഴും കടിച്ച് ചവച്ച് അതിൻ്റെ ജ്യൂസ് കുടിക്കാം. കാരണം അത് ഒരു നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു തണ്ടാണ്. പക്ഷെ അതിനെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഫൈബർ ഇല്ല, അതിനകത്ത് മറ്റു ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഘടകങ്ങളും ഇല്ലാതെ വളരെ പ്യുവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, അതിനകത്തുള്ള അന്നജം മാത്രം വേർതിരിച്ചാണ് ക്രിസ്റ്റൽ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന പഞ്ചസാര. ഇത് പഞ്ചസാര ചെല്ലുന്ന സമയത്ത് അവിടെ മറ്റൊരു ഗുണവും ഇല്ലാതെ കാലറി മാത്രം, എനർജി മാത്രം കൂടുന്ന ഒരു സാഹചര്യം വരും. രക്തത്തിൽ നമ്മുടെ എത്തുമ്പോൾ ഇത് പഞ്ചസാര ദേ എത്തുന്നു, അയ്യോ അപകടം എന്ന രീതിക്കല്ല ശരീരം കാണുന്നത്. ശരീരത്തിനകത്തേക്ക് ചുരുങ്ങിയ സമയത്ത് കൂടുതലായിട്ട് ഊർജ്ജം എത്തുമ്പോൾ ശരീരത്തിന് അതിനെ വലിച്ചെടുക്കുന്നതിന് ദഹിപ്പിക്കേണ്ട ഒരാവശ്യമില്ല, ഇല്ലേ? നാക്കിൻ്റെ അടിയിലിട്ടാൽ പോലും പഞ്ചസാര ശരീരം വലിച്ചെടുക്കും, രക്തത്തിൽ ഷുഗർ കൂടും. സാധാരണ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമ്മളിപ്പോൾ നാക്കിലേക്ക് ഇപ്പോൾ നമ്മളൊരു കഷ്ണം കരിമ്പ് എടുത്ത് വായിക്കകത്ത് വെച്ചാൽ രക്തത്തിൽ പഞ്ചസാര കൂടില്ല, ഷുഗർ കൂടില്ല. അതിന് ഉള്ളിലെത്തി ചവച്ച് നീരിറക്കി ദഹിപ്പിക്കണം, അത്രയും പ്രോസസ്സുണ്ട്. പഞ്ചസാരയ്ക്ക് ഈ ഒരു പ്രോസസ്സും ഇല്ല, ഡയറക്റ്റ് ചെല്ലുന്നത്. അതാണ് പഞ്ചസാരയുടെ ഏറ്റവും വലിയ അപകടം. ഇത് കേൾക്കുമ്പോൾ ഭൂരിപക്ഷം മലയാളികളും വിചാരിക്കും, അയ്യോ പഞ്ചസാര വിഷമാണ്, വേണ്ട. പക്ഷേ പകരം നമുക്ക് ശർക്കര കഴിക്കാം, പകരം നമുക്ക് കരിപ്പെട്ടി കഴിക്കാം, പകരം നമുക്ക് തേൻ കഴിക്കാം. കാരണം അത് നാച്ചുറൽ ആണല്ലോ, അപകടം ഇല്ലല്ലോ. തേനും പ്രശ്നക്കാരനാണ്. തേനും പ്രശ്നമാണ്. തേനിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറാണ്. ഫ്രക്ടോസ് കഴിക്കാം, നല്ലതാണ്. 1 ടീസ്പൂൺ വല്ലപ്പോഴും കഴിക്കാം. നമ്മൾ ഡെയിലി ചായയിലൊക്കെ മിക്സ് ചെയ്ത് പഞ്ചസാരയ്ക്ക് പകരം കഴിക്കുന്നവരുണ്ട്. പഞ്ചസാര 1 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ചായക്ക് നമുക്ക് അത്യാവശ്യം മധുരം തോന്നും. അതേ മധുരം തേനിന് തോന്നിക്കണമെങ്കിൽ മിനിമം 2 ടീസ്പൂൺ വേണം. അപ്പോൾ എത്ര അളവ് മധുരം ഉള്ളിലേക്ക് എത്തി? മനസ്സിലായി? അതാണ് ഇതിനകത്ത് അപകടം. തേന് വളരെ നല്ലതാണ്. തേനിനകത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസ് ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തേനിനകത്ത് ഈ അലർജി ടെൻഡൻസി കുറയ്ക്കാനുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്, പോളൻ ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് 1 ടീസ്പൂണൊക്കെ കഴിക്കാൻ നല്ലതാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് കണ്ടിട്ട് മുതിർന്നവർ ഇത് വലിയൊരു ടേബിൾ സ്പൂൺ വെച്ച് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കരളിന് പോയിസണസ് ആയിട്ട് മാറുന്നത്. ഈ ഫ്രക്ടോസാണ്. നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കൂ, ജ്യൂസ് കഴിക്കരുതെന്ന് പറയാൻ കാരണമില്ലേ? കാരണം ജ്യൂസ് ആക്കുമ്പോൾ അതിനകത്തുള്ള ഫൈബറുകൾ അരഞ്ഞു പോയിട്ട് ഈ ഫ്രക്ടോസ് മാത്രമാണ് നമ്മൾ കുടിക്കുന്നത്. ഈ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിനകത്ത് കരളിനകത്ത് ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിനെ പോയിസൺ, നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻസ് SGOT SGPT എല്ലാം കൂടിയിരിക്കുന്നത് ഈ ഒരു വ്യത്യാസം ക്രിയേറ്റ് ചെയ്യും. ഈ ജ്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അതേ പ്രോബ്ലം തന്നെ തേനും ക്രിയേറ്റ് ചെയ്യും.